ഗ്രഹപ്പഴ വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറയാറുണ്ട്. അത് ഈ 4 വശത്തു നിന്നും കയറിങ്ങി വരും. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും നമ്മുടെ CPM LDF സർക്കാരിനെ നയിക്കുന്ന CPM ഏതാണ്ട് ആ ഒരു പരുവത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചതല്ല. അതിർത്തിയിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് അത് നീങ്ങിയപ്പോൾ ഇനി ഈ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വെച്ചേക്കും. അങ്ങനെയാണ് കരുതിയത്. CPM അങ്ങനെയാണ് കരുതിയത്. മറ്റു പലരും അങ്ങനെ ചിന്തിച്ചതാ. അവിടെ പെട്ടെന്ന് വെടിനിർത്തലുണ്ടായി. അന്തരീക്ഷം സമാധാനപരമായി. കാർമേഘങ്ങളൊക്കെ നീങ്ങി. അങ്ങനെ സ്വാഭാവികമായും ഭരണഘടന അനുസരിച്ച് ആ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നു. തീയതി നിശ്ചയിച്ചു. അതിൻ്റെ നടപടികളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ സംഭവിച്ച 1-2 കാര്യങ്ങൾ. അത് ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. 2026 പൊതു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാ. 3ാമത് അധികാരത്തിൽ തുടരാനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ നമ്മൾ കടമെടുത്താണ് നിത്യഭക്ഷണം കഴിക്കുന്നതെങ്കിലും പ്രചാരണത്തിനും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കുമായിട്ട് ദശകോടിക്കണക്കിന് പണം കടം വാങ്ങിച്ച് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അടുത്ത വർഷം. അതിൽ ജയിച്ചിട്ട് വേണം 3ാം തവണയും പിണറായി വിജയന് അധികാരത്തിൽ തുടരാൻ. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ചില സംഭവവികാസങ്ങൾ, അത് LDFന് കട്ടപ്പാരയാകുമോ എന്നൊരു സംശയത്തിലാണ് CPMന്റെയും മുന്നണിയുടെയും ഒക്കെ നേതാക്കൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് NH 66 നാഷണൽ ഹൈവേ 66 അതിന്റെ നിർമ്മാണം. അതിപ്പോ ഈ ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞു. വേണ്ട, അടുത്ത മാർച്ചിന് മുമ്പ് തീർത്താൽ മതി. അപ്പോ ഈ ഉപതെരഞ്ഞെടുപ്പില് ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാൻ വേണ്ടി കാത്തിരുന്നതാണ് LDF. 2026 മെയിൻ വെടിക്കെട്ട് അതിനുവേണ്ടി കാത്തുവെച്ചതാണ് ഈ കതിന. പക്ഷെ സാമ്പിൾ വെടിക്കെട്ടാണല്ലോ നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അവിടെ ഒന്ന് പ്രയോഗിച്ച് നോക്കാം എങ്ങനെയുണ്ട് അതിന്റെ പ്രയോഗക്ഷമത, അതിന്റെ പ്രയോജനം ഏതു തരത്തിൽ ലഭിക്കും. അതൊന്ന് മുൻകൂട്ടി കാണുന്നതിന് വേണ്ടി ഒന്ന് കണക്കാക്കാൻ നിലമ്പൂരിൽ ഇത് പ്രയോഗിക്കാം എന്ന് വിചാരിച്ചിരുന്നതാ. അപ്പോഴല്ലയോ ഗ്രഹപ്പഴ എന്ന് പറഞ്ഞാൽ മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് LDF സർക്കാരിന്. ഈ മലപ്പുറം ജില്ലയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ, അത് മലപ്പുറം ജില്ലയിലാണല്ലോ. ഈ ജില്ലയിൽ തന്നെ കൂരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ റോഡില് അഗാധ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുക. അതങ്ങ് ഇടിഞ്ഞു താഴുകയാ റോഡ്. വലിയ ആഘോഷമായിട്ട് പണിതതാ. അതിന്റെ വശങ്ങൾ ഇടിയുന്നു. അങ്ങനെ റോഡ് ഏതാണ്ട് പൂർണ്ണമായിട്ട് തകർച്ചയുടെ വക്കിലാണ്. ഈ റോഡിനെ പറ്റി നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? ലോക നിലവാരത്തിലുള്ള റോഡാണ്. വിദേശത്തു നിന്ന് മലയാളികളായ ഒരു കുടുംബം നാട്ടിലെത്തുന്നു. അപ്പൊ ആ കുടുംബത്തിലെ കുട്ടികൾ വളരെ അത്ഭുതത്തോടെ പറഞ്ഞു, അമേരിക്കയിലുള്ളതുപോലെയൊക്കെയുള്ള മനോഹരമായ റോഡുകൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്നിങ്ങനെ ആശ്ചര്യം കൂറിയ കഥയൊക്കെ പറഞ്ഞതാ. ആ റോഡാണ് ഇപ്പോൾ ഇടിഞ്ഞ് കുളമായിട്ട് നാശകോശമായിട്ട് നിൽക്കുന്നത്. ഈ NH 66 ഏറ്റവും വലിയ ദുരന്തം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാശമുണ്ടായ കൂരിയാട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നിലമ്പൂരിന് അടുത്താ, മലപ്പുറം ജില്ലയിലാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ NH 66 എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി അല്ല. അവർക്ക് അതുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. ആകെക്കൂടെ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ഈ റോഡ് പണിയുന്നതിനാവശ്യമായ ഭൂമി അത് ഏറ്റെടുത്ത് നൽകിയതിൻ്റെ, അല്ലെങ്കിൽ ഭൂ ഉടമകൾക്ക് നൽകിയ വില, അതിൻ്റെ ഒരു 25% അത്രയും മുടക്കിയത് നമ്മുടെ സർക്കാരാണ്. ഈ റോഡെന്ന് പറഞ്ഞാൽ ഒരു പുതിയ റോഡൊന്നുമല്ല. ചേട്ടത്തൊക്കെ ബൈപ്പാസ് വരുന്നുണ്ട്, 6 വരി പാതയായിട്ട് വീതി കൂട്ടുന്നു, പിന്നീട് ഈ വളവും തിരിവും ഒക്കെ നേരെയാക്കുന്നു. അതാണ് ഈ റോഡ്. അതായത് നമ്മുടെ കളിയിക്കവിള മുതൽ തലപ്പാടി വരെ, വടക്ക് തലപ്പാടി വരെയുള്ള ഈ റോഡില് നമ്മൾ കുറച്ച് ഭൂമി കൂടുതലായിട്ട് എടുത്തു, പുതുതായിട്ട് എടുക്കേണ്ടി വന്നു. അതിന് മുടക്കിയ പണത്തിന്റെ 25% നമ്മുടെയാണ്, കേരളത്തിൻ്റെയാണ്. അത് വലിയ കാര്യമായിട്ടാണ് പറഞ്ഞത്. 41,000 കോടി രൂപയാണ് ഈ കളിയിക്കാവിള മുതൽ തലപ്പാടി വരെയുള്ള റോഡിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ്, അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി, അവർ ചെലവഴിക്കുന്ന 41,000 രൂപയാണ്. അതിൽ 5,600 കോടി രൂപ നമ്മുടെ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ഇത് നമ്മുടെ റോഡാണെന്ന്, ഞമ്മന്റെ കുഞ്ഞാണെന്ന്. അത് വെച്ചോണ്ടുള്ളൊരു തള്ളലായിരുന്നു. തള്ളലെന്നൊക്കെ പറഞ്ഞാൽ ഭൂലോക തള്ളൽ എന്ന് തന്നെ പറയാം. അതിനെ ഏറ്റവും മുമ്പിൽ നിന്നത് നമ്മുടെ PWD മന്ത്രിയാണ്. PWDക്ക് ഇതിലൊരു കാര്യവുമില്ല. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനെ സംസ്ഥാനത്തെ റോഡുകൾ പണിയുന്ന ജോലിയാണ് ഉള്ളത്. പക്ഷെ കേരളത്തിലെങ്ങാനും
ഒരു 1/2 കിലോമീറ്റർ റോഡ് വന്നോ അത് നമ്മുടെ PWD മന്ത്രി കയറിയൊക്കെ അവകാശപ്പെടും അത് ഞമ്മൻ്റെയാണ്. തിരുവനന്തപുരത്ത് അതാണ് സംഭവിച്ചത്. സ്മാർട്ട് റോഡുകൾ അതിന്റെ പൈസ മുഴുവൻ ചെലവഴിച്ചത് കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ ഭരണ വകുപ്പ്, കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ. അല്ലാതെ PWDക്ക് 5 പൈസ ചെലവില്ല ഈ റോഡിലൊന്നും. അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇതിന്റെ ഉദ്ഘാടനം വന്നപ്പോൾ പത്രപരസ്യങ്ങളിലും ഫ്ലെക്സുകളിലും അതിന്റെ സകല പ്രചാരണ ഉപകരണങ്ങളിലും നമ്മുടെ റിയാസ് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയിട്ട് കളി ഏതായാലും കേരളത്തിൽ നടക്കത്തില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയാ മുഹമ്മദ് റിയാസ എന്ന് പറഞ്ഞതുപോലെ ആയിരുന്നു ഈ NH 66 കാര്യത്തിലും. എന്തോരം റീലുകളാ അദ്ദേഹം തന്നെ 14 ഉണ്ടാക്കി. സാധാരണ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ മറ്റ് സോഷ്യൽ മീഡിയയിലോ വരുന്നത് പോലെയുള്ള റീലൊന്നുമല്ല. ഇത് വലിയ ഡ്രോണുകളൊക്കെ വെച്ച് അത്യന്താധുനികമായ ക്യാമറകൾ ഉപയോഗിച്ച് അതൊക്കെ ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ ഗംഭീരമായിട്ട് ചിത്രീകരിച്ച റീലുകളാ 14. അപ്പൊ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കുറയ്ക്കാൻ പറ്റുമോ? മരുമോൻ മന്ത്രി അത് ചെയ്യുമ്പോൾ ഭാര്യാപിതാവ് അതനുസരിച്ച് നിൽക്കണമല്ലോ. 3 റീൽ അദ്ദേഹത്തിന്റെ വകയായിട്ട് ഇറങ്ങി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫീച്ചർ ചെയ്തുകൊണ്ട് ഇറങ്ങിയെന്നാണ് കേൾക്കുന്നത്. എല്ലാം ഒന്നും കണ്ടിട്ടില്ല, ഉണ്ടെന്ന് വിശ്വാസയോഗ്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഇതിലെല്ലാം പറയുന്നത് എന്താ? ഇത് ഞങ്ങളുടെ റോഡാ, സംസ്ഥാന സർക്കാരിന്റെ റോഡാ, സംസ്ഥാന PWDയുടെ റോഡാണ്. ഞങ്ങൾ ഇതിന് ഓരോ ആഴ്ചയിലും റിവ്യൂ നടത്തി, ഞങ്ങളത് കഴിഞ്ഞിട്ട് മാസത്തിൽ റിവ്യൂ നടത്തി, കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്, ഇത് ഇത്രയും വേഗത്തിൽ പൂർത്തിയാക്കിയത് ഞങ്ങളുടെ കഴിവുകൊണ്ടാണ്. PWD വകുപ്പ് പറയാ അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയാ, കേന്ദ്ര സർക്കാരിന്റെയാ. അപ്പോഴാണ് ഇവിടെ കിടന്ന് ഈ തള്ളലും അവകാശവാദവും. റീലുകൾ ഇറക്കുന്നു, പത്രപരസ്യങ്ങൾ, പത്ര റിപ്പോർട്ടുകൾ, പൈസ കൊടുത്തിട്ടൊക്കെ പല സോഷ്യൽ മീഡിയയിലും ഇത് സംബന്ധിച്ച വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു തള്ളലാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു കാര്യം പറഞ്ഞു. ഇതിന്റെ DPR വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ചില തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അത് ഈ റോഡ് കേടാവുന്നതിന് കാരണമായിട്ടുണ്ട്. ഈ പ്രാദേശികമായ ചില ആവശ്യങ്ങൾ CPMകാരൊക്കെ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ ഏറിയ ഇവരൊക്കെ പറയുന്നതനുസരിച്ച് ചില തിരുത്തലുകൾ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഈഞ്ചക്കലിൽ ഈ അടിപ്പാത വേണോ മേൽപ്പാലം വേണോ അക്കാര്യത്തില് DPR ഉണ്ടായിരുന്നത് മാറ്റി. അത് കേരള ഗവൺമെന്റ് നിർബന്ധം കൊണ്ട് ചെയ്താ. ഈ വക നശീകരണാത്മകമായ കാര്യങ്ങൾ ചെയ്തതല്ലാതെ ഈ റോഡ് പൂർത്തിയാക്കുന്നതിന് അവരൊന്നും ചെയ്തതല്ല. പക്ഷെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കണമല്ലോ. അപ്പൊ നിലമ്പൂർ ഉപയോഗിക്കാം, പിന്നീട് 2024 തെരഞ്ഞെടുപ്പിൽ ഇത് പ്രധാന ആയുധമായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഈ റോഡിൽ കുണ്ടും കുഴിയും കണ്ടതോടെ, അത് ഇടിഞ്ഞതോടെ, അഗാധ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ, ഇത് ഈ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, ഇപ്പൊ കണ്ണൂരിലും കാസർഗോഡ് ജില്ലകളിലൊക്കെ ഇത് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ ഒരു ഗർത്തം പ്രത്യക്ഷപ്പെടുക, ഉടനെ തന്നെ കോൺട്രാക്ടർമാരെ അത് സിമെന്റും കോൺക്രീറ്റും ഇട്ട് അങ്ങ് മൂടി. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റോഡ് ഇങ്ങനെ നാശവശമായതിനെ തുടർന്ന് നമ്മുടെ റിയാസ് മോൻ റീൽസ് കുമാർ ഇതുവരെ കാര്യമായ അവകാശവാദങ്ങളൊന്നും പുതുതായിട്ട് പുറപ്പെടുവിച്ചിട്ടില്ല. ഇനിയും റീൽ ഇറക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും പുതിയ റീലുകളൊന്നും ഇറങ്ങിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ മുഖ്യമന്ത്രി വിട്ടിട്ടില്ല. അദ്ദേഹം പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നത് ഈ NH 66 നിർമ്മാണമാണ്. അത് ഈ അണിയറയിൽ കേൾക്കുന്ന ഒരു കഥ. ഈ 4ാം വാർഷികത്തിന്റെ ആഘോഷത്തിന് ഇത് പ്രസിദ്ധീകരിക്കണമല്ലോ. ഇത് കുറെ പേജുള്ള ഒരു രേഖയാണ്. അവകാശവാദങ്ങളാകുമ്പോൾ എന്ത് വേണമെങ്കിൽ എഴുതി വയ്ക്കാമല്ലോ. അപ്പൊ ഇത് നേരത്തെ അച്ചടിച്ചു വെച്ചതാ. ഈ അച്ചടിച്ചത് എടുത്ത് കളയാൻ പറ്റുമോ? പെട്ടെന്ന് വേറെ അച്ചടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ 4 വർഷത്തെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് ഇത് വന്നു എന്നുള്ളതാണ് അരമന രഹസ്യമായിട്ട് പുറത്ത് പറഞ്ഞു കേൾക്കുന്നത്. അടുത്തത് കരുവന്നൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് നടന്ന കടൽ കൊള്ളയുടെ അന്വേഷണം സംബന്ധിച്ച കുറ്റപത്രം ED കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതും ആ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ദിവസം തന്നെ മനഃപൂർവ്വമാണ്, കരുതിക്കൂട്ടി ചെയ്ത. അല്ലെങ്കിൽ അന്ന് ചെയ്യണോ? ഒരാഴ്ച കഴിഞ്ഞ് ചെയ്താൽ പോരെ? അന്ന് തന്നെ. ഈ കുറ്റപത്രം എന്താ പറയുന്നത്? CPMനെ തന്നെ പ്രതിയാക്കിയിരിക്കുക. ഈ കരുവന്നൂർ കൊള്ള, സഹകരണ ബാങ്ക് കൊള്ള, CPM എന്നത് പാർട്ടിയെ തന്നെ പ്രതിയാക്കിയിരിക്കുക. അത് മാത്രമല്ല 3 പ്രമുഖ നേതാക്കളടക്കം 7 CPM നേതാക്കൾ ഇതിനകത്ത് പ്രതിപ്പട്ടികയിൽ വന്നിരിക്കുക. അതിലൊന്നും നമ്മുടെ K രാധാകൃഷ്ണ നല്ലവനാ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരുന്ന കാലത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ ED കുറ്റപത്രത്തിൽ പറയുന്നത്. പിന്നെ AC മൊയ്തീൻ മുൻ മന്ത്രി, ഇപ്പോഴത്തെ സെക്രട്ടറി MM വർഗീസ്,
ഇവർ മൂന്നുപേരും പിന്നെ കുറെ ലോക്കൽ നേതാക്കളും അവർ പ്രതികളായിരിക്കുക. ഇത് കുഴപ്പമാകുമെന്ന് പാർട്ടിക്ക് അറിയാമായിരുന്നു. കരൂനൂർ അങ്ങനെയൊന്നും തേഞ്ഞു മാഞ്ഞു പോവില്ല, അല്ലെ അങ്ങനെ തേച്ച് മാച്ച് കളയാൻ പറ്റില്ല എന്ന് പാർട്ടിക്ക് അറിയാമായിരുന്നു. പക്ഷെ അവർ വിചാരിച്ചെന്താ, ഈ ബാങ്കിന്റെ ഭരണസമിതിയും പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അവരെ പ്രതിയാക്കിയ ഒരു കുറ്റപത്രമായിരിക്കും വരിക, ഞങ്ങളെ തൊടത്തില്ലെന്നാണ് പാർട്ടിയും പാർട്ടി നേതാക്കളും വിചാരിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചു. മുഖമടച്ചുള്ളൊരടിയാ കിട്ടിയത്. അതിനുശേഷം നല്ലൂർ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ഇത് തീക്കളിയാണ്. ED CPM-നോട് കളിക്കുന്ന കളി അത് അപകടമാണ്. ഇത് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും അവഹേളിക്കാനുള്ള, രാഷ്ട്രീയമായി ദ്രോഹിക്കാനുള്ള ഒരു ED-യുടെ നീക്കമാണ്, കേന്ദ്രത്തിന്റെ നീക്കമാണെന്നൊക്കെ പാർട്ടി നേതൃത്വം വിലപിക്കുന്നുണ്ട്. പക്ഷെ സാധനം കോടതി വന്നു കഴിഞ്ഞു, ഇനി മറുപടി കൊടുത്തേ പറ്റുള്ളൂ. ഇവിടെ ഈ പാർട്ടി തന്നെ പ്രതിപട്ടികയിൽ വന്നാണ് അവരെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞത്. ചില്ലറ കുറ്റങ്ങളൊന്നുമല്ല പാർട്ടി നേതാക്കളുടെയും പാർട്ടിയുടെയും പേരിൽ ED ചുമത്തിയിരിക്കുന്നത്. അതായത് ബിനാമി പേരിൽ കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ ഓരോരുത്തർക്കും നൽകുന്നതിന് അവസരം ഒരുക്കി കൊടുത്തു, സഹായം ചെയ്തു കൊടുത്തു, ഒത്താശ ചെയ്തു കൊടുത്തു. അതിനേക്കാൾ വലിയ ആരോപണം, ഇത്തരത്തിൽ കൊടുത്ത ബിനാമി വായ്പകൾക്ക് കിട്ടിയ കമ്മീഷൻ, അതായത് വായ്പ അനുവദിക്കുമ്പോൾ ഒരു ചെറിയ ശതമാനം കമ്മീഷൻ, കിമ്പളം ഇങ്ങോട്ട് വാങ്ങിക്കും. അത് പാർട്ടിയാണ് വാങ്ങിക്കുന്നത്, പാർട്ടിക്കുള്ളതാ. അത് നിക്ഷേപിക്കുന്നതിന് 5 അക്കൗണ്ടുകൾ ഈ കരൂനൂർ ബാങ്കിൽ തന്നെ പാർട്ടി തുടങ്ങിയിരിക്കുന്നു, വിവിധ പേരുകളിൽ. അങ്ങനെ 5 അക്കൗണ്ടുകളിലായിട്ട്, അത് നിയമവിരുദ്ധമായ അക്കൗണ്ടാണെന്നാണ് ED പറയുന്നത്. ആ അക്കൗണ്ടുകളിലായിട്ട് 76 ലക്ഷം രൂപ പാർട്ടി നിക്ഷേപിച്ചിരിക്കുക. നോക്കണം, പാർട്ടി ഭരിക്കുന്ന ഒരു സഹകരണ ബാങ്കില് കോടിക്കണക്കിന് രൂപ നിയമവിരുദ്ധമായിട്ട് ബിനാമികൾക്ക് വായ്പ നൽകുന്നു, അതിന് കമ്മീഷൻ വാങ്ങുന്നു. അതിന് കിട്ടിയ തുക അത് മുഴുവനില്ല, ഒരു ചെറിയ ശതമാനം. ആ തുക 5 അക്കൗണ്ടുകളിലായിട്ട് ബാങ്കിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുന്നു. ഈ 5 അക്കൗണ്ടുകളായിട്ട് 76 ലക്ഷം രൂപയുണ്ട് എന്നാ പറയുന്നത്. കെ രാധാകൃഷ്ണനെതിരായിട്ടുള്ള കുറ്റപത്രത്തിൽ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ കുറ്റങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നത്, ഇത്തരത്തിൽ ലഭിച്ച കമ്മീഷൻ, വായ്പ നൽകിയതിന് കിട്ടിയ കമ്മീഷൻ, ആ കമ്മീഷന്റെ ഒരു ഭാഗം പാർട്ടിക്ക് ഒരു ഓഫീസ് നിർമ്മിക്കുന്നതിന് സ്ഥലം വാങ്ങിച്ചെന്നു. പിന്നീട് MMRIS-ന്റെ പേരിലാണ് അത് രജിസ്റ്റർ ചെയ്തതെന്നും പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, CPM അവർ നടത്തുന്ന ഒരു ബാങ്കിൽ ഉണ്ടായ സംഭവങ്ങളാണ്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തൃശ്ശൂരിൽ നന്നായിട്ട് ഉപയോഗിച്ചതാണ്. അതിന്റെ പ്രയോജനം അവർക്ക് തെരഞ്ഞെടുപ്പിൽ ലഭിക്കുകയും ചെയ്തു. ഇപ്പൊ ഇതാ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊരു പ്രധാന ചർച്ചാ വിഷയമായിട്ട് മാറുകയാണ്. പാർട്ടിയെ പ്രതിയാക്കിയത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാമെന്ന് വിചാരിച്ചാലും വലിയ സ്കോപ്പൊന്നും കാണുന്നില്ല. ഇതേ കാര്യം ഡൽഹിയിൽ നടന്നതാണ്. ഡൽഹി മദ്യനയ കേസ്, കെജ്രിവാളിനെ പ്രതിയാക്കി കേസെടുത്തു. അപ്പൊ കൂട്ടത്തിൽ ആം ആദ്മി പാർട്ടിയെയും പ്രതിയാക്കി. അപ്പോൾ കെജ്രിവാൾ അതിനെതിരായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷെ ഹൈക്കോടതി ആ ഹർജി തള്ളുകയാണ് ചെയ്തത്. ഇപ്പൊ അതിന്റെ അപ്പീല് സുപ്രീം കോടതിയിലുണ്ട്. ഈ 2 പ്രധാന വിഷയങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കും, അതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഈ കരുവന്നൂർ ആണെങ്കിലും ഈ NH-66 റോഡ് കുഴിഞ്ഞ് ഇളകിപ്പോയതാണെങ്കിലും ഇതൊക്കെ ഈ നിലമ്പൂരിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ സംഭവിച്ചതാണ്. റോഡ് തകർന്നത് മറ്റു ജില്ലകളിലുമുണ്ട്. പക്ഷേ ഈ മലപ്പുറത്താണ് ഏറ്റവും ഭീകരമായ അപകടങ്ങൾ അല്ലെങ്കിൽ റോഡിന് തകരാറുകൾ സംഭവിച്ചത്. ഇതൊക്കെ അടുത്തടുത്ത് കിടക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ചർച്ചയാവുമല്ലോ. ഈ NH-66 LDF തന്നെ അവിടെ ചർച്ചയാക്കാൻ വെച്ചിരുന്നതാ. ഇനി വേറൊരു തരത്തിലായിരിക്കും. NH-66 തകർന്നതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും അവിടെ ഈ വക വിഷയങ്ങൾ ചർച്ച ചെയ്യുക. ഇതൊന്നും കൂടാതെ ഒരു സ്ഥാനാർത്ഥി അങ്ങോട്ട് തീരുമാനിക്കാനും CPM-ന് ഇതുവരെ ആയിട്ടില്ല. നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുമ്പോഴും വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ CPM അങ്ങനെയല്ല. അവരാണ് തെരഞ്ഞെടുപ്പായാലും ഉപതെരഞ്ഞെടുപ്പായാലും, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഒരു റൗണ്ട് പ്രചാരണം കഴിയുമ്പോഴായിരിക്കും ഓടിക്കതച്ച് UDF ഒരു സ്ഥാനാർത്ഥിയുമായിട്ട് കളത്തിലിറങ്ങുക. ഇപ്പൊ അത് മാറിയിരിക്കുക. UDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞു. CPM-ന്റെ ഏറ്റവും വലിയ പ്രശ്നം, അവർക്ക് പറ്റിയൊരു കാൻഡിഡേറ്റ് പാർട്ടി ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിപ്പിക്കാൻ അവിടെ ഇല്ലെന്നുള്ളതാണ്. അല്ലെ അവർക്ക് നോക്കിയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല.
അവിടെ വല്ല ഒന്നാം തരം ഒരു നേതാവ് നിലമ്പൂരിൽ തന്നെയുണ്ട്. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആലോചിക്കാത്തതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഈ പി വി അൻവർ അവിടെ ചില അലമ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിക്കാരനെ ഈ പിണറായി ദിവസം ഇതോടെ അവസാനിപ്പിക്കുന്നതൊക്കെ വലിയ വീൺവാക്കുകൾ പറഞ്ഞെങ്കിലും ഇപ്പൊ അദ്ദേഹത്തിന്റെ കൊച്ചു കൊച്ചു താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യത്തിന്, ആര്യാടൻ ഷൗക്കത്തിനോടുള്ള ഇഷ്ടക്കേട്, പണക്കം, അപ്പൊ ഇതിന്റെയൊക്കെ പേരിൽ അവിടെ ചില അലമ്പുണ്ടാക്കുന്നുണ്ട്. അത് ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് എം സ്വരാജിനെ അവിടെ മത്സരിപ്പിക്കുന്ന കാര്യം ആലോചിക്കാവുന്നതേ ഉള്ളൂ.